നമസ്കാരം. ഓർമ്മയിലെന്നും രവീന്ദ്ര മാഷ്. ഈണവും താളവും ഇമ്പവും ഒക്കെയുള്ള സംഗീതാത്മകമായ ഓർമ്മകളുടെ യാത്ര ഇവിടെ നമ്മൾ തുടരുകയാണ്. ശ്രദ്ധിക്കപ്പെട്ട പാട്ട് ഒരു പക്ഷെ എനിക്കൊന്ന് ആലിലത്താലിയുമായി വരും നീ തിങ്കളെ. അതിനകത്തൊരു ഈ ആമ്പലും ചന്ദ്രനും തമ്മിലുള്ള ഒരു പ്രണയം, അത് ശരത്തേട്ടൻ മേലെ മാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ മണവാട്ടിയായ വരമഞ്ജുളാംഗിയുടെ സ്വന്തമായ നിമിഷം. മാസ്റ്റർ പാടി കേൾക്കുമ്പോഴാണ് ഒരു വേറൊരു നമ്മളിപ്പോൾ ജയൻ ചേട്ടൻ്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോഴും അതിനു മുമ്പേ ഈ ഇപ്പം തിരുമേനി ചേട്ടൻ പാടുന്നതിന് വേറൊരു സുഖം ഉണ്ടാകും. കാര്യം രചനയും സംഗീതവും അറിയാവുന്ന ആളാണ്. അപ്പോൾ വാക്കിന് എന്ത് ഭാവം കൊടുക്കണം, സംഗീതത്തിന് ഇതും കൊടുക്കാം. ഇത് രവീന്ദ്ര മാഷ് ഇത് അവർ പാടുമ്പോൾ നമുക്കൊരു സംഗീത ഗായകന്റെ ശബ്ദം കേൾക്കുന്നതും ഇവരുടെ ഒരു റോ ശബ്ദമുണ്ട്, വേവിക്കാത്ത ശബ്ദമില്ല, ഒറിജിനൽ. അതിന്റെ ആ സുഖം നല്ല രസം കേൾക്കാൻ. അപ്പൊ ആ പാട്ട്, ഈ 3 പാട്ടും ഇപ്പൊ രവീന്ദ്ര മാസ്റ്ററുടെ മൊത്തത്തിലുള്ള സിനിമയിലെ പാട്ടുകളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഈ പാട്ട് അതിന്റെ ഏറ്റവും മേളിൽ തന്നെ ലിസ്റ്റിൽ വരുന്ന 3 പാട്ടുകളാണ്. അപ്പോൾ ഒരു സിനിമ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞാലും നമുക്ക് ശരത്തേതിയിൽ ആദ്യത്തെ പാട്ട് വിനായകനെ കുറിച്ചുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഓർമ്മ. അതില് ഈ വ്യാസന്റെ മാനസ വ്യാസമാണെന്നവനെ വ്യാസൻ തന്നോട് മാനസ വ്യാസം എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത് എന്തിനാന്നുള്ള പാട്ടുണ്ടല്ലോ, അതിനൊരു കഥയുണ്ട് വേറെ. അത് വേറൊരു പാട്ട് രഞ്ജിത്ത് ഡയറക്ടർ വന്നിട്ട് ഇത് വേണമെന്ന് പറഞ്ഞതാ. അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല എന്നുള്ള പാട്ട് അതേപോലെ അത് തന്നെ അതേ മീറ്റർ തന്നെ എഴുതിയിരുന്നു. ആ പാട്ടാണ് എന്തിനായി നിന്നിടം കണ്ണിൻ തടം തുടിച്ചു, എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു, കഞ്ചബാണൻ എഴുന്നള്ളും നെഞ്ചിലുള്ള എഴുതിയിട്ട് എല്ലാം അറിയുന്ന പ്രായമായില്ലേ, ഇനി മിന്നും പൊന്നും അണിയുള്ള കാലമായില്ലേ. എന്നിട്ട് എന്തായി ട്യൂൺ അത് പാട്. എന്നിട്ട് അത് രസമല്ല. അത് കഴിഞ്ഞിട്ട് മാസ്റ്റർ അതേ രാഗത്തിനെ ബേസ് ചെയ്ത് വേറൊരു ഛായയിൽ ഇതാണ് തോന്നാത്ത രീതിയിൽ മാസ്റ്റർ അകത്തിരുന്ന്, ഇപ്പം എന്നെ ഒന്നും ആരും അറിയില്ല, എന്നെ കണ്ടാലൊന്നും അറിയും. അവിടുത്തെ ഫ്ലാറ്റിൽ ഒരു മുറി ഇരുന്ന് ഇദ്ദേഹം ഇതേ രാഗത്തിൽ തന്നെ മറ്റൊരു റൂട്ടിൽ ചെയ്തു. അപ്പം ഞാൻ ഈ സിഗരറ്റ് വലിക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. എന്നെ ആരും അറിയില്ല, ഞാൻ പുറത്തിറങ്ങി എനിക്ക് പേടിയാണല്ലോ ഇതെന്താകും എന്നറിയില്ല. ആദ്യത്തെ പിന്നെ കല്യാണമല്ലേ എന്ന് പറഞ്ഞ പോലെ. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ പേടിച്ച് സിഗരറ്റ് വലിച്ചു ഓട്ടോക്കാരൻ വന്നു. വേറെ ആ ഫ്ലാറ്റിൽ ആരെയോ കൊണ്ട് ഇറക്കാൻ വന്നപ്പോഴത്തേക്ക് ഈ ഓട്ടോക്കാരൻ കാശ് മേടിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ശ്രദ്ധിച്ചത് ഒരു ചെവി അവിടെയായിരുന്നു. കാര്യം അത് അപ്പം തന്നെ ഒരു സാധാരണ മനുഷ്യനിലേക്ക് ആ പാട്ട് ഇറങ്ങി. ഒന്നുമല്ല, വെറുതെ ഒരു ഹാർമോണിയവും ഈ ശബ്ദവും മാഷിൻ്റെ ശബ്ദവും മാത്രമേ ഉള്ളൂ. ഈ ശബ്ദം പുറത്തു നിന്ന് കേൾക്കുന്ന ഓട്ടോക്കാരൻ എന്നോട് ചോദിച്ചു, ആരാത്? രവീന്ദ്ര മാഷ. കൊള്ളാം കേട്ടോ ഈ പാട്ട്. ആ സാധന ആദ്യത്തെ പാട്ടിന്റെ ജനനത്തിൽ തന്നെ ഒരു തീരുമാനം സാധാരണ ശ്രോതാവ് എടുക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷെ അത് കഴിഞ്ഞ് ആരൊക്കെ പറഞ്ഞു അത് വേണ്ട, ഇത് മറ്റൊരു പാട്ടിന്റെ ഛായയിൽ രവീന്ദ്ര മാഷ് ചെയ്യണ്ട, അതെ, അതൊരു അങ്ങനെ തോന്നിപ്പിക്കണ്ട. അങ്ങനെ ഉണ്ടായതാണ് എന്തിനായി തടം തുടിച്ചു, അതെ, എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചതുപോലെ. സിനിമ പാട്ടുകൾക്ക് സിനിമ വിട്ടൊരു ജീവിതമുണ്ട്. സിനിമയുടെ ഒരു കാലത്തിന് ശേഷവും കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും ഒക്കെ അപ്പുറം പാട്ടിനൊറ്റയ്ക്കൊരു വലിയ കാലം കഴിഞ്ഞുള്ള ഒരു യാത്രയുണ്ട്. അതായത് ഇപ്പോഴൊക്കെ പിന്നെ ഡിജിറ്റൽ സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ചില പാട്ടുകൾ വെറുതെ ഡിജിറ്റൽ സ്പേസിലൊക്കെ ഹിറ്റാവും. എന്നാൽ കുടജാദ്രിയിൽ കുടികൊള്ളും പോലെയുള്ള പാട്ടുകൾ പടം റിലീസായിട്ടില്ല. റിലീസല്ല, ഷൂട്ട് ചെയ്തിട്ടില്ല. ഷൂട്ട് ചെയ്തിട്ടില്ല, ഒരു പടമില്ല, ഷൂട്ട് ചെയ്തിട്ടേ. നീലക്കടമ്പെന്ന് മറ്റല്ലേ സിനിമയുടെ പേര്? നീലക്കടമ്പ്. ദീപം കയ്യിൽ സന്ധ്യാദീപം, മറ്റേതുപോലെ പിന്നെ നീലക്കുറിഞ്ഞി ആ പാട്ടൊക്കെ എന്തോ. ഇപ്പൊ നേരത്തെ ശരത്തേട്ടൻ പറഞ്ഞ ലിസ്റ്റിൽ വരുന്ന 2 പേരാണ്, ഒന്ന് ജയകുമാർ സാറും അതുപോലെ ഭാസ്കരൻ മാഷും. ഇവരുടെയും പാട്ടുകൾ ഇതുപോലെ രവീന്ദ്ര മാഷുടെ കുറെ പാട്ടുകളുണ്ടല്ലോ. അപ്പോൾ ഈ നേരത്തെ എന്തിനായി ഇത് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, 10 വെളുപ്പിന മുറ്റത്ത് നിക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. അതാണ് എന്റെ ഒറിജിനൽ ട്യൂൺ എന്ന് പറയുന്നത്. കവിതയായിട്ട് എഴുതുമ്പോൾ അതുപോലെ മറ്റേ പാട്ട്, അതുപോലെ പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി, ഇങ്ങനെ മാഷ് എഴുതി കൊടുക്കുന്നത്. എഴുതി ഇങ്ങനെ കാസറ്റ് കൊടുത്തേക്കും. രവി, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇത് ചുവട് പിടിച്ചങ്ങ് എഴുതിയാൽ മതി. അതായത് വരിയുടെ റെഫറൻസ്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ട്യൂണ് അദ്ദേഹം എഴുതുമ്പോൾ ഒരു വരുമല്ലോ. അതാണ് ഈ കവിത എഴുതിയിട്ട് രവി എന്നിട്ട് ആ കാസറ്റിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തേക്കും. രവി ഇതിന്റെ ചുവട് പിടിച്ചങ്ങ് ചെയ്യോ എന്ന്. അതാണ് പുലർകാല സുന്ദര സ്വപ്നത്തിൽ. ഈ ഇപ്പം മദഗജമുഖനെ പറ്റി പറഞ്ഞുകൊണ്ടും തിരുമേനി ഒരുപാട്
ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുള്ള ആളായതുകൊണ്ട് നമുക്ക് രവീന്ദ്ര മാഷ 2 മൂകാംബിക ദേവിയെ പറ്റിയുള്ള 2 പാട്ടുകൾ, ഒന്ന് സൗപർണികാമൃതവും കുടജാദ്രിയിൽ എന്ന് പറയുന്ന 2 പാട്ടുകളാണ് നമുക്ക് സിനിമയിൽ നമുക്ക് താല്പര്യം കിട്ടുന്നത്. 2ഉം രവീന്ദ്രൻ മാഷിന്റെ പാട്ടുകളാണെന്നുള്ളതും ഒരു കൗതുകമാണ്. അതുപോലെ കൈതപ്രം സാറും രവീന്ദ്ര മാഷും കൂടെ ചെയ്ത തരംഗിണിക്ക് വേണ്ടി ചെയ്ത ഒരു അമ്മേ ശരണം ദേവി ശരണം, കണിച്ചുകുളങ്ങര. അത് നമ്മുടെ നാട്ടിൽ ഞാനൊക്കെ പുറത്തു പോകുന്നുണ്ട്. ഈ ആലപ്പുഴ പ്രിൻസ് ഹോട്ടലിലായിരുന്നു ഇവര് താമസിച്ചത്. അപ്പൊ എനിക്ക് പേടിയായിരുന്നു. അപ്പൊ എനിക്ക് അന്ന് തിരുവനന്തപുരത്ത് അങ്ങനെ അത്ര പരിചയമില്ല എനിക്ക് കണ്ട. അപ്പൊ ഞാൻ ഈ മുറിയുടെ പുറത്ത് പോയി ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടോ? വന്ന് അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കിയിട്ടുണ്ട്. നമുക്ക് വലിയൊരു അത്ഭുതമാണ്. കാര്യം ഒരു ടീം അങ്ങനെ നമ്മുടെ വീടിന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അതിലെല്ലാ വരികളെ കുറിച്ച് നമ്മൾ ഇത്രയും പറയുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് മനോഹരമായ പാട്ടുകൾ സമ്മാനിച്ചിട്ടുള്ള ഒരാൾ, രവീന്ദ്രൻ മാഷോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. നമുക്ക് രവീന്ദ്രൻ മാഷെ ഓർക്കുന്നു, പ്രിയപ്പെട്ട RK ദാമോദരൻ മാഷ്. രവീന്ദ്ര മാഷെ അടയാളപ്പെടുത്തുന്നത് തന്നെ ദേവരാജൻ മാസ്റ്ററെ പോലുള്ള അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി സ്വാമിയെ പോലുള്ള വളരെ വളരെ നന്നായിട്ടൊരു ക്ലാസിക്കൽ സ്റ്റൈലിൽ ചെയ്യുമ്പോൾ അതേ ക്ലാസിക്കൽ പാരമ്പര്യം തന്നെ നിലനിർത്തിക്കൊണ്ട് ആ ശാസ്ത്രീയ സംഗീതത്തിനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ കൈകാര്യം ചെയ്തൊരു മനുഷ്യനാണ്. എനിക്ക് ആദ്യമായിട്ട് 83-ല് താളം തെറ്റിയ താരാട്ടിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞത്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു അഡിദാസ് എന്നുള്ള ബനിയനും ഇട്ടിട്ട് ഒരു കൈലി കൊണ്ട് കൊടുത്തിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ ഒരു തബലിസ്റ്റുമായിട്ട് വന്നിട്ട് എന്റെ പാട്ട് കമ്പോസ് ചെയ്യാനായിട്ട് ഡയറക്ടർ കോളനിയിൽ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇദ്ദേഹത്തെ ഒരു മോശം ആളായിട്ട് കണക്കാക്കി. കാരണം ദേവരായ മാഷിന്റെ അടുത്തും ദക്ഷിണാമൂർത്തി സ്വാമിയുടെ അടുത്തൊക്കെ പോയിട്ട് ഈ ഇങ്ങനെ ഒരു അഡിദാസ് ബനിയനൊക്കെ ഇട്ട് വന്നപ്പോൾ ഞാൻ വളരെ അണ്ടർ റേറ്റ് ചെയ്തിട്ട് ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുമോ, എന്റെ പാട്ടൊക്കെ ചെയ്യാനായോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ അദ്ദേഹം വന്നിരുന്നിട്ട് 4-5 പാട്ടുകൾ ചെയ്തു. താളം തെറ്റിയ താഴാട്ടെന്നിട്ട് അതിഗംഭീരമായിട്ട് എന്റെ പാട്ടിൽ തന്നെ ഏറ്റവും നല്ല പാട്ടാണ് ശാകുന്തളത്തിലെ പ്രേമ ദുഃഖം എന്നൊക്കെ പറഞ്ഞുള്ള വരികളുള്ളത്. അത് എഴുതി കമ്പോസ് ചെയ്തതാണ്. അതിനു മുമ്പ് ഈ സിന്ധു, ഐ ലവ് യു സിന്ധു, ഹേമന്ത ഗീതം പോലുള്ള ട്യൂൺ ചെയ്ത പാട്ടുകളുണ്ട്. അപ്പൊ ട്യൂൺ ചെയ്ത് എഴുതിക്കാനും എഴുതിയത് ട്യൂൺ ചെയ്യാനും ഒരേപോലെ കഴിവുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു രവീന്ദ്രൻ മാഷ്. അദ്ദേഹത്തിന്റെ താരകെ മിഴിതൽ കണ്ണീരുമായി എന്നുള്ള സത്യനന്ദിക്കാടിന്റെ പാട്ട്, വികാര നൗകയുമായി എന്നുള്ള കൈതപ്രത്തിന്റെ പാട്ട്, ഇതൊക്കെ വളരെ 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 നല്ലതാണ്. എനിക്ക് എന്തിനു വേറൊരു സൂര്യോദയമില്ല അതിനകത്ത്. അത് എഴുതിയിട്ട് അപ്പം ആ കടലാസ് എടുത്ത് ഒരു ഹീറോ എന്തൊക്കെ ചെയ്തുകൊണ്ട് വള്ളം ഉണ്ടാക്കുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നി കൃത്യമായിട്ട് ആ വരികള് ആ സംഗീതത്തിന്റെ നദിയിലേക്ക് ഒഴുക്കി വിട്ട പോലെ എനിക്ക് തോന്നി. അത്ര രസകരമായിരുന്നു വിഷ്വലൈസേഷനും. ആ വരികളും അതാണല്ലോ, എന്തിനു വേറൊരു സൂര്യോദയം നീൻ പൊന്നുഷ സന്ധ്യയിൽ കൊണ്ട് മൂടുന്നു വൃന്ദാവനം. സിന്ദൂരമണിയുന്നു രാഗാംബരം. അതാണ് ഞാൻ അതിലെ സിനിമയിലെ കഥാപാത്രവുമായിട്ട് ഏറ്റവും സിംഗിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇനിയും ചിലമ്പണി എന്ന് പറയുന്നത്. കഥാപാത്രം തളർന്നിരിക്കുകയാണ്. അപ്പൊ അവിടെ ഇനിയും ചിലമ്പണിയോ എന്ന് വളരെ ഡയറക്റ്റ് ആണ്, അത്രയും കൃത്യമായിട്ട്. ഇനിയും ചിലമ്പണിയോ എന്ന് അത് മാത്രം അത് പാടാം. അതിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ട് പറയാം, ഈ പാട്ട് ഇവരെ കോമ്പിനേഷൻ ചെയ്യുമ്പോൾ ഈ RK സാറ് പറഞ്ഞ പോലെ ഈ കർണാടക സംഗീതത്തിന്റെ ഒരു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് പാട്ടുകൾ ചെയ്യുന്നത്. അപ്പൊ 2 കീർത്തനങ്ങളാണ് ഈ പാട്ടിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പം എന്തിനു വേറൊരു സൂര്യോദയം, അത് അത് അനുപല്ലവി എന്ത നേർച്ചിന എന്ന് പറഞ്ഞ കീർത്തനമാണ്. നിന്റെ നോപുരം മർമരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ, നിന്റെ സാന്ത്വന വേണുവിൽ രാഗലോലമായി ജീവിതം, നീ എൻ്റെ ആനന്ദ നീലാംബരി, നീ എന്നും അണയാത്ത ദീപാഞ്ജലി, ഇനിയും ചിലമ്പണിയൂ എന്തിനു വേറൊരു സൂര്യോദയം, നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ, എന്തിനു വേറൊരു മധുവസന്തം, ഇന്നു നീ എന്നരികിലില്ലേ, മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു സൂര്യോദയം. ഇനിയിപ്പോ നമ്മളിപ്പോ കുറച്ചധികം നേരം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ മുഖമുദ്ര, നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഓർക്കുന്ന ഒരു സെറ്റ് ഓഫ് പാട്ടുകളുണ്ട്. അതിന് ഞാനൊരു ഉദാഹരണം പറയുന്നത്, ഞാൻ ഈ സ്റ്റേജ് ഷോ ഒക്കെ ആയിട്ട് പോയപ്പോൾ ഒരിക്കൽ സ്റ്റേജ് ഷോയുടെ ബാക്കിൽ ചിലർ വന്നിട്ട് രവീന്ദ്രൻ മാഷിന്റെ ഒരു പാട്ട് പാടുമെന്നൊക്കെ ചോദിക്കും.
അപ്പോൾ ഒരാൾ വന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പോയി. ഈ കേൾക്കാൻ നിന്നോ കുറെ നേരം പുറത്തൊക്കെ നിന്നിട്ട് വീണ്ടും തിരിച്ച് ബാക്കിൽ വന്നു. ഞാൻ നിങ്ങളോട് രവീന്ദ്രൻ മാഷ് ഒരു പാട്ട് പാടാൻ പറഞ്ഞിട്ട് നിങ്ങൾ പാടിയില്ലോ. ഇനിയിപ്പോ ഈ പാട്ടുകാരൻ പറഞ്ഞു പാടിയല്ലോ, കസ്തൂരി എന്റെ കസ്തൂരി കസ്തൂരി. ഇത് രവീന്ദ്രൻ മാഷ പാട്ടാ. പക്ഷെ ഈ ഗാനമേള കേൾക്കാൻ വന്നവൻ ഉദ്ദേശിച്ച രവീന്ദ്രൻ മാഷ പാട്ട് ഇതല്ല. അതെ, അതപ്പം അതായത് രവീന്ദ്രൻ മാഷ് നമ്മൾ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി നിൽക്കുമ്പോഴും കസ്തൂരി എന്റെ കസ്തൂരി എന്നുള്ള പാട്ടായിക്കോട്ടെ, വാ വാ മനോരഞ്ജിനി സുരാംഗിനി സൂപ്പർ സുരസുന്ദരി സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ്. ഈ മാഷയുടെ ഒരു വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ സൈക്കിൾ യജ്ഞക്കാരനെ കൊണ്ട് സിന്ധു ഭൈരവി പാടിക്കാനും ഓട്ടോറിക്ഷക്കാരനെ കൊണ്ട് വസന്തരാഗത്തിൽ പാടിക്കാനും കഴിവുള്ള ഒരു സംഗീത സംവിധായകൻ. അല്ല, എല്ലാരും നിങ്ങൾ ഈ പ്രമദവനം പോലെയുള്ള പാട്ടുകളുടെ പ്രത്യേകത എന്താ അറിയാമോ? ഈ ചില കല ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ആ കല അറിയണം. കഥകളി ആസ്വദിക്കണമെങ്കിൽ കഥകളി എനിക്ക് അറിയണം, എന്നാലേ പറ്റുള്ളൂ. പക്ഷെ രവീന്ദ്രൻ മാഷ് സെമി ക്ലാസിക്കൽ പാട്ടുകൾ പാട്ടറിയാത്തവൻ പഠിക്കുകയും പാടുകയും ചെയ്യും. അതൊരു എളുപ്പപ്പണിയല്ല. നമ്മൾ ഒട്ടും പാട്ടറിയാത്ത സംഗീത ബന്ധമില്ലാത്ത ചില ആളുകൾ ഏത് തൊഴിൽ മേഖലയിലുള്ള സമൂഹത്തിന്റെ ഏത് തട്ടിലുള്ള ആളുകളെ എടുത്താലും പ്രമദവനവും ഇങ്ങനെയുള്ള പാട്ടുകൾ അവർ കയറി പാടുകൾ. ആ കോംപ്ലിക്കേഷനിലും ഒരു സിംപ്ലിസിറ്റി കൊണ്ടുവരാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. ഒരു വളരെ ക്ലിഷ്ടമായ പാട്ടുകൾ ഉണ്ടാക്കുമ്പോഴും അതിനകത്ത് ആളുകൾക്ക് പാടാൻ പറ്റുന്ന ഒരു ഇമോഷൻ അതിനകത്ത് ക്യാരി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു സാധാരണ എടുത്തുകാരനെ സാഗർ കോട്ടപ്പുറം എന്ന് പറയുന്ന ഒരാൾക്ക് അഴിഞ്ഞാടണം എന്ന് പറയുമ്പോഴും അദ്ദേഹം ഉണ്ടാക്കുന്ന പാട്ടിന്റെ അതിന്റെ തുടക്കത്തിലൊരു ഒരു ഒരു സ്വരങ്ങൾ അങ്ങ് വെച്ചു കൊടുത്തു കഴിഞ്ഞാല് ആദ്യം ഒന്ന് പേടിപ്പിക്കും. അതെ, ഗമപനിസക അത് ഗമപനിസക രിഗരി 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 സരി നിസ പനി മപ ഗമപനിസക മമഗരി മഗരി സരി സനി ദ സനി ദ പനി ദ പമ ദ പമ ഗ പമഗരി മഗരി സഗമ ഗമ പമ പനി പനി സനി സഗ സഗമ ഗമ പ പ പ പ ഗമ രി സനി ദ പമ ഗരി മാരേ മലരമ്പൻ വളർത്തുന്ന കന്നിമാനേ, മെരുക്കിയാൽ മേരുങ്ങാത്ത കസ്തൂരിമാനേ, ഇണക്കിയാൽ ഇണങ്ങാത്ത മായപ്പൊന്മാനേ, ഇല്ലില്ലം കാട്ടിലെ മുള്ളുള്ള മേട്ടില് ആലിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാനേ. പിടിച്ചു കെട്ടും കരളിലെന്ന് പറയും. വീട്ടിലെ ഒരു സാധാരണ ദിവസത്തേക്ക് രവീന്ദ്രൻ മാസ്റ്റർ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ എന്തായിരിക്കും? ഒരു ചിട്ടവട്ടം ഇല്ലായിരുന്നു, അതായിരുന്നു. ഒരു ചിട്ടവട്ടം ഇല്ലായിരുന്നുള്ളതാണ് പ്രത്യേകത. അല്ല, മാഷിന്റെ വെച്ചാൽ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ വന്നിങ്ങനെ കമ്പോസിംഗ് റൂമിൽ ഇരിക്കും. ഒരു തബലിസ്റ്റ് ഉണ്ട്, നമ്മുടെ പ്രദീപ് ഇങ്ങനെ തബല വായിക്കാനും രവിയേട്ടനോട് നാടകം കൊടുക്കും, അത് വായിച്ചുകൊണ്ടിരിക്കും. രവിയേട്ടനെ ആ സ്ഥലത്തൊന്നും കാണാൻ പറ്റില്ല, അവിടെ ഒന്നും ഉണ്ടാവില്ല. ആൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പണി നടത്തിക്കൊണ്ടിരിക്കും, ഇങ്ങനെ ചെറിയ നിൽക്കണം. എപ്പോഴും ട്യൂൺ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങനെ ബോറടിക്കിരുന്നിരുന്ന് രവിയേട്ടനെ കാണാനില്ല. പക്ഷേ രവിയേട്ടൻ ഈ നടക്കുമ്പോഴൊക്കെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുക, ഉള്ളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു നേരമുണ്ട്, ആ നേരത്തൊന്ന് കുളിച്ച് ഒന്ന് പ്രസൻറ്റ് പൂജാറും പ്രസൻറ്റ് ചെയ്ത് നേരെ വന്നിരിക്കും. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. കമല് നമ്മുടെ പിന്നെ അയാൾ കഥയെഴുത്തിൻ്റെ തന്നെ ആണ്. അവരൊരു 12 മണി വരേക്ക് ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ചേച്ചി ഞങ്ങൾ പോവുക, രവിയേട്ടൻ ഇങ്ങോട്ട് വരുന്നില്ല. അപ്പം നമ്മൾ ചായ ഒക്കെ ഇട്ട് കൊടുത്ത് അവരെങ്ങനെ ഇരുത്തുന്നുണ്ട്. എന്നിട്ട് ഇരിക്കുന്നു. വന്നിരുന്ന ഒരു 5 മിനിറ്റ് ഒന്നും ഇല്ല, പാട്ട് മുഴുവനും അങ്ങോട്ട് പാടുകയാണ്. മുഴുവനും അവർക്കൊരു സജഷൻ പറയണ്ടാവില്ല, ഒരു സജഷൻ ഒരു മാറ്റി ഇതൊന്നും മാറ്റി ഉണ്ടാവില്ല. ഏതോ നിദ്രന്റെ ആര് പറയാം. ഗിരീഷ് ഏട്ടൻ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ പാട്ട് തിരുമേനിയാണ്. അല്ല, ആദ്യം തിരുമേനിയാണ് കൂടുതൽ എഴുതിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്നത് തിരുമേനി എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് തിരുമേനിയാണ് ഏറ്റവും കൂടുതൽ പാട്ട് എഴുതിയേക്കുന്നത്. ഓ, ഈ പിന്നെ ഫസ്റ്റ് വിഷ്ണു ലോകം എഴുതിയിരിക്കുന്ന ഇദ്ദേഹം അല്ലേ? എല്ലാ ടൈപ്പ് പാട്ടും പണ്ട് തൊട്ട് എന്തേ കിളിപ്പെണ്ണെ നിന്നുള്ളിൽ തേങ്ങലോ തേങ്ങലോ. അല്ല, രവിയേട്ടന് ശരിക്കും ട്യൂൺ ചെയ്യാൻ വേണ്ടി സമയം വേണ്ടായിരുന്നു. എത്ര പെട്ടെന്ന് വളരെ പെട്ടെന്നാണ് കിട്ടുക ട്യൂൺ വന്നിട്ട്. അതൊക്കെ ഒരു അമ്മയുടെ അനുഗ്രഹമാണ്. തിരുമേനിച്ചേട്ടന്റെ ഒരു പാട്ട് ജോൺസൺ മാഷ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, ബ്രഹ്മകമലം ശ്രീലകമ. ഞാനിത് രവീന്ദ്രൻ മാഷ് ചെയ്തതിൽ എങ്ങനെ ഇരിക്കും ഇങ്ങനെ വെറുതെ. പക്ഷെ എനിക്ക് സംഗീതം അറിയാൻ പറ്റുകൊണ്ട് എനിക്ക്
ചെയ്താലും വേറൊരു ഫ്ലേവർ ആയിരിക്കും വരുന്നത്, വേറെ അല്ലേ? ഫ്ലേവറിലേക്ക് വേറെ വരുമായിരിക്കും. ഒരു രസം, ഈ രവീന്ദ്രൻ മാഷ് അദ്ദേഹം സംഗീത സംവിധായകനായിട്ട് വളരെ സജീവമായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ സമകാലികരായ മറ്റ് സംഗീത സംവിധായകർക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. ഇപ്പൊ അതെ. സിന്ദൂരം പെയ്തിറങ്ങി എന്ന് പറഞ്ഞ പാട്ട് വിദ്യാസാഗർ ജോൺസൺ ജോൺസൺ മാഷിന്റെ പാട്ട് തൂവൽ കൊട്ടാരം എന്ന് പറഞ്ഞ സിനിമയുടെ ടൈറ്റിൽ എഴുതുമ്പോഴുള്ള പാട്ടാണ്. ആ സിന്ദൂരം പെയ്തിറങ്ങി ജോൺസൺ മാഷിന്റെ സംഗീതത്തില് രവീന്ദ്രൻ മാഷ് രവീന്ദ്ര മാഷ് പാടുന്നു. ശ്രുതി അമ്മ ലേമച്ചൻ വിദ്യാസാഗറിന്റെ സംഗീതം. വിദ്യാസാഗറിന്റെ സംഗീതത്തില് രവീന്ദ്ര മാഷ് പാടുന്നു. മധുര നൊമ്പരക്കാറ്റ് എന്ന് പറയുന്ന സിനിമയില്. അതെ. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് അദ്ദേഹത്തിന്റെ. പിന്നെ ഈ പാട്ടുകളിലൊക്കെയും ഈ സിന്ദൂരം പെയ്തിറങ്ങിയൊക്കെ അതുപോലെ ബ്രഹ്മമംഗലം കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നു കൂടുതലും അത്തരം ക്ലാസിക്കൽ പാട്ടുകൾ ആ സമയത്ത് ഈ രാഗ ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കൂടുതലും. എന്നാലേ ചില ഒരു മോഹം, ചില ആൾക്കാരുടെ ഒരു ആദ്യത്തെ മോഹം ഇങ്ങനെ അവിടെ കിടക്കുമല്ലോ. അപ്പൊ രവിയേട്ടന് ആദ്യം ഒരു മ്യൂസിക് പാട്ടുകാരനാവണം എന്ന് പറഞ്ഞൊരു മോഹം ഉണ്ടാവുമല്ലോ. അതെ അതെ. അപ്പൊ ഇത്രയും പാട്ടുകൾ പിന്നീട് അങ്ങോട്ട് ചെയ്യാവുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ആയ സമയത്ത് വേണമെങ്കിൽ നല്ലൊരു പാട്ട് ചെയ്ത് തന്നെ പാടായിരുന്നില്ലേ? അതെ, തീർച്ചയായിട്ടും പാടാമായിരുന്നു. പക്ഷെ അന്ന് മാഷ് പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ ഒരുപാട് പേരും പറഞ്ഞിട്ടുണ്ട് പാടാവുന്ന. മാഷ് നന്നായിട്ട് പാടുകയും ചെയ്യുമായിരുന്നു. ആ. പക്ഷേ പറഞ്ഞ് ഞാൻ പാട്ടുകാരനായിട്ട് വന്നതാണ്, പക്ഷെ എനിക്ക് അതിന് ദൈവം അതിനകത്ത് ഒരിടത്ത് തന്നില്ല. ഇപ്പൊ എനിക്കൊരു തൊഴിൽ ദൈവം തന്നിട്ടുണ്ട്, ഞാൻ ആ ഒരു തൊഴിലേ ചെയ്യുന്നുള്ളൂ, വേറൊരു തൊഴില്. ഇത് മ്യൂസിക് ഡയറക്ടേഴ്സും ഇതിനും പോയിട്ടില്ല, ഡബിങ്ങിനും പോയിട്ടില്ല. ആ. എന്നെ ഏൽപ്പിച്ച പണി ഭംഗിയായിട്ട് ചെയ്യുക, അതാണ് എന്റേത്. എല്ലാത്തിലും കൊണ്ട് തൊട്ട് എനിക്ക് ഇഷ്ടമല്ല. ഓ. പാടാൻ ഒത്തിരി പേരുണ്ടല്ലോ, അവര് പാടട്ടെ. അടുത്തടുത്ത് എന്ന് പറയുന്ന ഒരു പടത്തില് ഇല്ലിക്കാടും എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്, ചെല്ലക്കാറ്റും ഇല്ലിക്കാടും തമ്മിൽ ചേരും നിമിഷം. തമ്മിൽ ചേരും നിമിഷം എന്ന് പറയുന്ന പാട്ട് അതൊക്കെ അല്ലേ? പരീക്ഷണങ്ങളാണ് അതെ, അതെ, മാഷുടെ. പരീക്ഷ- അതൊക്കെ ഒരു കൺവെൻഷണലായ റൂട്ടിലുള്ള പാട്ടല്ല. അല്ലല്ല. നമ്മൾ കേൾക്കുമ്പോ അല്ലെ വളരെ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് അതിനകത്ത്. ഇല്ലിക്കാടും ചെല്ലക്കാറ്റും തമ്മിൽ ചേരും നിമിഷം, അതിനകത്ത് ഇത്ര ഉള്ളതിന്റെ സുദീപിനെ പാടാൻ ഞാനൊരു പാട്ട് മാഷ എനിക്ക് ഓർക്കാൻ വേണ്ടി, മനസ്സിൻ മടി ചിമിഴി. മണിച്ച് അത് പാടാം തീർച്ചയായിട്ടും. ഇതിൽ രസമുള്ള പാട്ടല്ലേ. ആ എന്നാ അതൊരു നല്ലൊരു കേൾക്കാം. ഈ ഇല്ലിക്കാട് എന്ന് അതിന്റെ ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അതെ അതെ അതെ. ഇല്ലിക്കാട് എന്ന് പറഞ്ഞ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്തോ അതിന്റെ ബഡ്ജറ്റ് ഇഷ്യൂ എന്തോ ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ ഓർക്കസ്ട്രേഷൻ ഒന്നും ചെയ്യാനായിട്ട് ഉള്ള ബഡ്ജറ്റ് ഇല്ലാതെ വരികയും എന്നാൽ പാട്ട് റെക്കോർഡിംഗ് മുടക്കണ്ടെന്ന് വെച്ചിട്ട് അതിന്റെ അന്നത്തെ റെക്കോർഡിസ്റ്റ് ആയിരുന്ന, എനിക്ക് കേട്ടറിവാണ് അതെ തോന്നുന്നു, അതെ, നേരിട്ട് സത്യമാണ് സത്യമാണ്. വൈരം എന്ന് പറഞ്ഞൊരു റെക്കോർഡിസ്റ്റ് തമിഴിലാ. അപ്പൊ അദ്ദേഹം ഇവർ രണ്ടും കൂടെ തീരുമാനിച്ചിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് വെറും റിതം മാത്രം ബാക്കിംഗ് വെച്ചിട്ട് ഒരു പാട്ട്, ഓ വേറൊന്നുമില്ല. അതെ. എങ്ങനെയാണ് അങ്ങനെ ഒരു പാട്ടിന്റെ ഒരു കൺസ്ട്രക്ഷൻ, ആ മെലഡിയിലും ആ ലിറിക്സിലുള്ള വിശ്വാസമാണത്. അങ്ങനെ ഒരു പാട്ടുണ്ടാക്കി. സത്യം പറഞ്ഞിട്ടുണ്ട്. അത് മാത്രല്ല മാമാങ്കം എന്നുള്ള പാട്ട്, മാമാങ്കമുള്ള പാട്ടുണ്ടായതൊക്കെ അധികം അങ്ങനെയാണല്ലോ. മാമാങ്കം തരങ്ങണിക്ക് വേണ്ടി ചെയ്യുമ്പോൾ രാത്രിയില് വെളുപ്പാങ്കാലത്തും കാണാത്ര ട്യൂൺ വന്നത് മനസ്സിലാവും. തരങ്ങണി തിരുവനന്തപുരത്താണ്. അപ്പോഴ് എണീറ്റ് പറഞ്ഞു എനിക്ക് 2 ചിരട്ട വേണമെന്ന്. അപ്പൊ എല്ലാവരും അന്തിച്ചു, എന്തിനാ ഇപ്പൊ രാത്രി വെളുപ്പാങ്കാലത്ത് ചിരട്ട, എന്നില്ല എനിക്ക് ഇപ്പൊ വേണമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഈ കുതിരയുടെ കുളമ്പടിയൊക്കെ ചിരട്ടയാണ് തുടക്കത്തില്. കാരണം അത് താഴെ ഒരു ഗണപതി കോവിലുണ്ട് അവിടെ, പിന്നെ എന്താ തരകണിയില്. അവിടുന്ന് അവരിപ്പോ ചിരട്ട കൊണ്ടുവന്നു രാത്രി. പിന്നെ അവിടെ യുദ്ധം നടക്കുന്ന മുഴുവനും പാത്രങ്ങളാ. എന്നുവെച്ചാൽ ആ രാത്രിയിൽ ഓർക്കസ്ട്ര വേറൊന്നും വിളിക്കാൻ പറ്റും. അതിന്റെ ആ പാട്ടിന്റെ തുടക്കത്തിൽ കുറെ അധികം സമയം ഈ കൊളമ്പടിയും ഈ യുദ്ധവും കഴിഞ്ഞിട്ട് ഒരു വയലിൻ. അത് പിന്നെ അദ്ദേഹത്തെ രാത്രി വിളിച്ചു വരുത്തി, വെളുപ്പാങ്കാലത്ത് വന്നതാണ്. മറ്റതെല്ലാം രാത്രി തന്നെ ഈ ഭക്ഷണം കൊണ്ടുവന്ന കാരിയർ ഉണ്ടായിരുന്നു. കാരിയറിന്റെ കരണ്ടിയും ഇതൊക്കെ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞ മാമാങ്കത്തില് ഇത് വന്നിട്ട്. എന്നിട്ട് ഈ ചിരട്ടയും കാരിയറിന്റെ കരണ്ടിയുമാണ് പിന്നീട് നമ്മള് കേൾക്കുന്ന. ശരിക്കും അതിനകത്ത് ആ പാട്ട് പറയുമ്പം ഒരു വരി ബിച്ചു തിരുമല പറഞ്ഞ എഴുത്തുകാരനെ കുറിച്ച് കൂടി അതെ അതെ എഴുതിയത് അരയന്നമേ. ശരത്തേട്ടന് ഞാനും കൂടെ കഴിഞ്ഞ കുറെ നേരം പാട്ടിനെ കുറിച്ച് പറഞ്ഞു. ആ പാട്ടിന്റെ അനുപല്ലവിയില് എങ്ങനെ ഈ രവീന്ദ്ര മാഷ ഒരു സ്ഥലത്തൊരു ട്യൂൺ തുടങ്ങിയാൽ ആ അനുപല്ലവി തീരുമ്പോഴാണ് ആ ട്യൂൺ അവസാനിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു ബ്രേക്കും ഇല്ല. അല്ലാതെ ബിച്ചുവണ്ണൻ നല്ല കൃത്യമായിട്ട് കഥയും പറഞ്ഞിട്ടുണ്ട്. അതാ രസം. പോകുമ്പോൾ അരുവികളുടെ തീരത്തെ മാന്തുപ്പിൽ കുരുവികൾ ഓടേറും, കിളിമരമതിലങ്ങിങ്ങായി പൂച്ചൂടും കുറുമൊഴി മലരിന് സഖിയൊരുവൾ പൂന്നുള്ളാൻ പുലരിയിൽ ഇതുവഴിയെ വന്നീടും, അവളുടെ കവിളുകളിൽ കൂത്താടും കുറുനിര തടസ്സമിടും കാതിൽ നീ എന്റെ ആത്മകഥ ചൊല്ലിടേണം, അതിനിന്നു നിന്റെ കൃപയേകുമെങ്കിൽ രവിവർമ്മ നിന്നെ എഴുതി പതിച്ച പടം ഉടനടി തരും ഇവൻ അതിനൊരു പ്രതിഫലമായി. കുട്ടേട്ടൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരു പാട്ടുണ്ട്. കുട്ടേട്ടനിലെ പാട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിന്റെ ഒരു പോക്ക്, ഇതുപോലൊരു പോക്കുണ്ട്.
ഒരു പ്രദേശം കഴിഞ്ഞിട്ട് എങ്ങനെ എഴുതി സാർ എഴുതിയെന്ന് അതെ, അറിയില്ല. അതെ, അതെ. മധുമാസപ്പൂപ്പട ചൂടി മലരാരി മലരമ്പൻ മനതാരിൽ കളിയാടുമ്പോൾ തരുണികളുടെ എന്തൊക്കെയാണ് പോണേ, എവിടോട്ടാ പോണത്? ഒരു ബ്രേക്ക് പൊട്ടിയ വണ്ടി. ആടി ആടി ഇത് തീരും. അത് എങ്ങനെ അത് എഴുതിയെന്ന് ശരിയാ. അല്ലേ, അത് ഒരു ബ്രേക്ക് പൊട്ടിയ വണ്ടിയാ. കാരണം അത് ഈ കുട്ടേട്ടൻ എന്ന് പറയുന്ന ഒരു പടത്തില് നമ്മളിപ്പോ കാണുന്ന പുലിപ്പറമ്പിൽ ഡാൻസ് ഒക്കെ വെക്കുന്ന ഒരു പാട്ടാ. അതെ, നമ്മൾ വിചാരിക്കുന്ന ഒരു വിഷ്വലും പാട്ടും ഒന്നുമല്ല ആ പാട്ടിന്. പക്ഷെ ഇത് ഇങ്ങനെ അതിന്റെ ഈ അനുവല്യ പ്രദേശത്തിൽ ഇതുപോലൊരു ഒരു പിടിവിട്ടൊരു പോക്ക് കിടപ്പുണ്ട്. പല്ലവി തന്നെ ഇത്രയും പ്രശ്നം. രവീന്ദ്ര മാസ്റ്ററുടെ പാട്ടുകൾ പടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നമുക്ക് വളരെ പ്രിയപ്പെട്ട മലയാളത്തിന് ഒരുപാട് നല്ല പാട്ടുകളുള്ള സിനിമകൾ, നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള സംവിധായകൻ വിജി തമ്പി സാർ ഇപ്പം രവീന്ദ്ര മാഷെ ഓർക്കുന്നു. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ദേവരായൻ മാഷും അല്ലെങ്കിൽ ബാബുക്കെ കഴിഞ്ഞതിന് ശേഷം മലയാളത്തിൻ്റെതായ സംഗീതം മലയാളികൾക്ക് നൽകിയ ഒരു സംഗീത സംവിധായകനാണ് രവീന്ദ്ര മാഷ്. രവീന്ദ്ര മാഷ് എനിക്ക് കുളത്തൂപ്പുഴ രവിയായിരുന്ന കാലം തൊട്ടേ അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഗായകനായിരുന്നു. ഗായകനാകാൻ വേണ്ടിയാണ് അദ്ദേഹം മദ്രാസിലേക്ക് പോയത്. ആ ഗായകനായും പോയ ആളിനെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു മ്യൂസിക് ഡയറക്ടറാക്കി മാറ്റുന്നതിൽ ഏറ്റവും വലിയ ഗായകനായ യേശുദാസിന് വലിയൊരു പങ്കുണ്ടായിരുന്നു. ദാസേട്ടനാണ് രവീന്ദ്ര മാഷെ ഒരു പരിധി വരെ മ്യൂസിക് ഡയറക്ടറാക്കി മാറ്റിയത്. എനിക്ക് ചൂള എന്ന സിനിമയാണ് ആദ്യത്തെ സിനിമയെന്ന് തോന്നുന്നു. അതിനുശേഷം മലയാളികൾക്ക് ഏറ്റവും ഇപ്പോഴും താലോലിച്ച് കിടക്കുന്ന എത്ര പാട്ടുകളാണ് അദ്ദേഹം തന്നത്. ഞാനും അദ്ദേഹമായിട്ടൊരു ബന്ധം എന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് സംഗീതം നൽകിയത് രവീന്ദ്ര മാഷാണ്. അത് എൻ്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു. ഗംഭീര പാട്ടുകളായിരുന്നു മിസ്റ്റർ ഡേവിഡിന്റെ പാട്ടുകൾ. ആ പാട്ടുകൾ സംഗീതം നൽകിയ അദ്ദേഹമാണ്. പിന്നെ ഒരു ചിത്രത്തിനും കൂടി, നഗരങ്ങളിൽ ചെന്ന് രാവാർക്കാം എന്നൊരു ചിത്രത്തിനും കൂടി അദ്ദേഹം സംഗീതം നൽകി. ഞാനൊരു വലിയൊരു ആൽബം ബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വേർപാടെന്ന് പറയുന്ന മലയാള ഗാനശാഖയ്ക്കും ഏറ്റവും വലിയൊരു നഷ്ടമാണ്. അദ്ദേഹം മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു ഒരു കാലത്ത്. രവികുമാർ എന്ന് പറഞ്ഞ നടന്റെ ശബ്ദം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പഴയ പടങ്ങൾ കണ്ടു നോക്കൂ, അത് രവീന്ദ്രൻ മാഷ് ശബ്ദമാണ്. ഈ തമ്പിസാറിന്റെ സിനിമയിൽ നഗരങ്ങളിൽ ചെന്ന് രാപാർക്കാവുന്ന സിനിമയിൽ അനന്തമാം അഗാധമാം സജീവ സാഗരം എന്നൊരു പാട്ടുണ്ടല്ലോ. അത് വളരെ വ്യത്യസ്തമായ, സാധാരണ രവീന്ദ്ര മാഷ് പാട്ടിന്റെ ഒരു ശൈലിയിലെ അല്ല പാട്ട്. അതെ, ഡേവിഡ് മിസ്റ്റർ ഡേവിലും കേട്ടിട്ടില്ല. കൊഞ്ചി മൊഴിഞ്ഞു എന്ന് പറയുന്ന ഒരു ഡേവിഡ് മിസ്റ്റർ ഡേവിഡ്, അതൊക്കെ അത് സാധാരണ ഒരു ശൈലിയിൽ നിന്ന് മാറി മാഷ് ചെയ്ത പാട്ട്. ശരത്തേട്ടൻ പറഞ്ഞ പാട്ട് അരയന്നങ്ങളുടെ വീട്ടിലെ മനസ്സിൻ മണിച്ചിമിഴിൽ എന്ന് പറഞ്ഞ പാട്ട്. ചാരാത്ത വാതിൽക്കൽ വന്നെത്തി എന്നോട് മിണ്ടാതെ പോകുന്നു മനസ്സിൻ മണിച്ചിമിഴിൽ പനിനീർത്തുള്ളിപ്പോ വെറുതെ പെയ്തു നിറയും രാത്രി മഴയായി ഓർമ്മകൾ മനസ്സിൻ മണിച്ചിമിഴിൽ. ഒരു ചോദ്യം തിരുമേനി ചേട്ടൻ ചോദിച്ചോട്ടെ, അദ്ദേഹം ഉള്ളപ്പോഴാണ് ചേട്ടൻ സംഗീത സംവിധാനം തുടങ്ങിയത്? ഞങ്ങൾ ഈ മാന എന്നുള്ള പാട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് കളിവീടാണ് ഞാൻ പഠിച്ചത്. അതെ അല്ലേ, ദാസേട്ടൻ കൊണ്ട്. അല്ല, ഞാൻ പരിഭവം മൂലം പറഞ്ഞു അയ്യോ സംഗീതം ചെയ്തിട്ടില്ല. അങ്ങനൊന്നുമില്ല. എന്നാ എന്നെ കൊണ്ട് എഴുതിക്കാവോന്നെങ്കിലും ചോദിച്ചോ തിരിച്ച്? അല്ല, അതും ഒരു അത്ഭുതമായിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക്, കമൽ സാറിന്റെ ഒരു സിനിമയിൽ ഗിരീഷ് ഏട്ടൻ എഴുതി കൈതപ്രസാദ് സംഗീതം പകർന്നിട്ടുണ്ടല്ലോ, കൈക്കുടന്ന നിലാവുന്ന അത് കമലിന്റെ അവിടെ തന്നെ. മലയന്നാർ കണ്ണൻ മാർഗഴി തുമ്പിയെ മണവാട്ടിയാക്കുന്ന കാലം, അതൊരു ചരിത്രമാണ്. അതെ. ഇനി ഇതെനിക്ക് ഓർമ്മയുണ്ട്. ഈ മറ്റേ മാന എന്നുള്ള പാട്ട് പാടിക്കാൻ വേണ്ടി രവിയേട്ടനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് രവിയേട്ടനുള്ള സമയത്ത് തന്നെ ഞാൻ ഇത് പഠിച്ചത്. കളിവീട് ഇറങ്ങിയല്ലോ പാടിക്കുന്നത്. പിന്നെ മാനയുടെ പറ്റി ഞാൻ പറയുന്നത് അത് ഞാൻ എഴുതിയതല്ലേ. നമുക്ക് വീണ്ടും രവീന്ദ്ര മാഷെ കുറിച്ച് ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നതിന് വേണ്ടി നിരവധി ഗാനങ്ങൾ നമുക്ക് ഒരുക്കി തന്നിട്ടുള്ള സംഗീത സംവിധായകൻ TS രാധാകൃഷ്ണൻ സാർ ഓർക്കുന്നു. രവീന്ദ്രൻ മാഷായിട്ട് അനേക വർഷത്തെ ബന്ധം എനിക്കുണ്ടായിരുന്നു. പക്ഷെ കൂടുതലും ഞങ്ങൾ എറണാകുളത്ത് അദ്ദേഹം താമസം തുടങ്ങിയപ്പോഴാണ് വളരെ അടുക്കാനുള്ളൊരു അവസരം ഉണ്ടായത്. പിന്നെ പാട്ടുകളെ കുറിച്ച് പറയണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ കാലഘട്ടത്തിലുള്ള നമ്മുടെ പൂർവികരായ ദേവരായ മാസ്റ്ററും ബാബുക്കയും അർജുനൻ മാഷും സ്വാമിയും രാഘവ മാഷും ആ തന്ന ഒരു വഴികളിലൂടെ അത് കേട്ടാണ് നമ്മൾ വളർന്നത്. പക്ഷെ രവീന്ദ്രൻ മാഷിന്റെ ആ ഒരു എൻട്രൻസോടുകൂടി വേറൊരു തലത്തിലുള്ള ഗാനങ്ങളാണ് നമ്മളിവിടെ സൃഷ്ടിക്കപ്പെട്ടത്. മലയാള ചലച്ചിത്ര ഗാനശാഖയെ തന്നെ എന്താ പറയുക,
ആകെ മൊത്തം ഒരു ചേഞ്ച് ക്രിയേറ്റ് ചെയ്ത ടൈപ്പ് ഓഫ് കോമ്പോസിങ് ആയിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും. നമ്മൾ വളരെ വൈകിയാണ് നമുക്ക് പ്രമദവനത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഹരിമുരളിയെ കുറിച്ച് പറയാനുണ്ടെങ്കിലും അതിനു മുമ്പ് തേനും വയമ്പ് തൊട്ടും ഒറ്റക്കമ്പി അങ്ങനെ ഓരോ പാട്ടുകളും അദ്ദേഹം ചെയ്തിരുന്ന, പിന്നെ രാഗങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ആ ഒരു രീതി. ആസ് എ കമ്പോസർ നമുക്കറിയാം, ഒരു മോഹനോ അല്ലെങ്കിൽ ഒരു കല്യാണിയോ ഇന്ദോളോ ശുദ്ധസന്യാസോ നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ ആ റൂട്ടിൽ ഇങ്ങനെ പോകുന്ന ഒരു വഴിക്ക് പോകുന്നല്ലാതെ അതിനൊരു വ്യത്യസ്തത ചിന്തിക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ മാഷിന്റെ കമ്പോസിങ്ങിൽ മാഷ് അതിനെ ചിന്തിക്കുന്ന വേറെ വിധത്തിലാണ്. എന്തിന് വേറൊരു സൂര്യോദയം എന്നുള്ള പാട്ടും കുടജാതിരി എന്നുള്ള പാട്ടും ഇപ്പൊ രേവതിയാണ്, അനേകം ഭക്തിഗാനങ്ങൾ വന്നിട്ടുള്ള രാഗമാണെങ്കിൽ പോലും മാഷ് അത് കൈവച്ചപ്പോ പിന്നെ നമുക്കറിയാം ദാസേട്ടന്റെ ശബ്ദത്തിന്റെ ആ 3 സ്ഥായി, അതായത് ദാസേട്ടൻ നേരത്തെയും പാടിയിട്ടുണ്ട്, പക്ഷെ ഈ മന്ത്രസ്ഥായിയിൽ ഇത്ര അധികം ഒരു ഉപയോഗം നമുക്ക് കാണാൻ സാധിച്ചത് രവീന്ദ്ര മാഷിന്റെ സംഗീതത്തിലൂടെയാണ്. വടക്കുന്നാഥനെ കുറിച്ച് നമുക്ക് പറയാണ്ട് പോകാൻ പറ്റില്ല. വടക്കുന്നാഥൻ എടുക്കുമ്പോൾ അതിൽ ഒരു കിളി പാട്ട് മുളവേ എന്നുള്ള പാട്ടിലൊരു പോർഷനിൽ ഒരു കിളി പറക്കുന്ന പോലെ തോന്നുന്നൊരു സ്ഥലമുണ്ട്. അത് പറന്ന് 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 പറന്നു ഞാൻ എന്ന് പറയുമ്പോ ഒരു ചിറകടി അതിന് വളരെ കൃത്യമായിട്ട് നമുക്ക് അതെ ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു വളരെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള, വളരെ അത്രയും ആഴത്തിൽ ആ സിറ്റുവേഷൻ മനസ്സിലാക്കുന്ന, വരി മനസ്സിലാക്കുന്ന ഒരു സിംഗുള്ള മ്യൂസിക് ഡയറക്ടർക്ക് പറ്റുന്ന കാര്യമാണ്. വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഗായിക, നിരവധി ഗാനങ്ങൾ രവീന്ദ്ര മാസ്റ്റർക്ക് വേണ്ടി പാടിയിട്ടുള്ള ഗായിക, നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചി രവീന്ദ്ര മാഷെ. പാട്ടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ചെന്നൈയിൽ കൊണ്ടുപോയിട്ട് ആദ്യം പാടിപ്പിച്ച പാട്ടെന്ന് പറയുന്നത് കണ്ണോടു കണ്ണായ സ്വപ്നങ്ങൾ എന്നുള്ള പാട്ടാണ്. അത് ജെമിനി സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തതാണ്. പിന്നെ അതിനുശേഷം ഒരുപാട് പാട്ടുകൾക്ക് മാസ്റ്റർക്ക് വേണ്ടി പാടി. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാൻ പറഞ്ഞ വിഷമാണ്, എന്നാലും എൻ്റെ മനസ്സിൽ എപ്പോഴും ആദ്യം ഓടി വരുന്ന പാട്ട് വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കും കഥനം നിറയും യമുനാ നദിയായി മിഴിനീർ വഴിയും. ഈ പാട്ട് അതുപോലെ തന്നെ കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം എന്നുള്ള പാട്ട്, അതുപോലെ കാർമുകിൽ വർണ്ണന്റെ ഇങ്ങനെ മാസ്റ്ററിന്റെ പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ, അങ്ങനെ ഒത്തിരി നല്ല പാട്ടുകൾ ഞാൻ രവീന്ദ്ര മാഷിന്റെ സംഗീതത്തിൽ പാടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ മാഷിന്റെ കുടുംബമായിട്ടും ശോഭ ചേച്ചിയായിട്ടും വളരെ നല്ല അടുപ്പാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമം ആയിട്ടുള്ളൊരു കാലഘട്ടത്തിൽ കൂടെ ഞാൻ പോകുമ്പോഴും എന്നെ തിരിച്ച് ഈ മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാൻ കൗൺസിലിംഗ് തന്ന കൂട്ടത്തിൽ ഒരാളാണ് ശോഭ ചേച്ചി. ശോഭ ചേച്ചി ഒരുപാട് കഥകൾ, കൃഷ്ണന്റെ കഥകളും ഇങ്ങനെ പല പല കാര്യങ്ങൾ, നല്ല ഉപദേശങ്ങൾ തന്ന് എന്നെ വീണ്ടും തിരിച്ച് സംഗീത ലോകത്തേക്ക് കൊണ്ടുവരാനായിട്ട് എന്നെ ഒരുപാട് സഹായിച്ചൊരു വ്യക്തിയാണ് ശോഭ ചേച്ചിയും. മാഷിനെ കുറിച്ച് നടക്കുന്ന ഈ ഒരു ഓർമ്മയിൽ നിന്നും എന്ന പ്രോഗ്രാമിന് എന്റെ എല്ലാ ആശംസകളും. ശോഭ ചേച്ചിയുടെ ഒരു മോട്ടിവേഷനും ചിത്ര ചേച്ചി ഇപ്പൊ പറഞ്ഞ കാര്യങ്ങള് തീർച്ചയായിട്ടും ഒരു മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ പ്രേക്ഷകരെ, ആസ്വാദകരെ, ശ്രോതാക്കളെയൊക്കെ ഇങ്ങനെ സന്തോഷിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഒരു ഇപ്പൊ പറയുന്ന ഒരു കാര്യം ശോഭേച്ചി പറയുമ്പോ ഇതിനെന്താണ് കാരണം? നമ്മൾ ബാക്കിലോട്ട് ചെന്ന് ചിന്തിക്കുമ്പം രവീന്ദ്രൻ മാഷ് വരുന്നു, രവീന്ദ്രൻ മാഷോടൊപ്പമാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് ശോഭ ചേച്ചി എന്ന് പറയുന്ന ഒരാൾക്ക് ആത്മബന്ധങ്ങൾ ഉണ്ടാകുന്നതും തിരുമേനി പറഞ്ഞതുപോലെ വെച്ച് വിളമ്പി കൊടുക്കാൻ പറ്റുന്ന ബന്ധങ്ങൾ ഉണ്ടാകുന്നതെല്ലാം. അപ്പോൾ രവീന്ദ്രൻ മാഷയുടെ ഒരു വിയോഗത്തിന് ശേഷവും ആ ബന്ധങ്ങൾ നിലനിർത്താനും അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യമായി മാറി ഇത്തരം ചില കാര്യങ്ങൾ, അതും പാട്ടിലേക്കാണ് വരുന്നത്. അത് പിന്നീട് എത്ര നല്ല പാട്ടുകൾ ചിത്രചേച്ചി പാടി ഉണ്ടായെന്ന് ചിന്തിക്കുമ്പോൾ അതിലേക്കുണ്ടാകുന്നു. അതൊരു നിമിത്തമാണ്, അതൊരു നിയോഗമാണ്. ഇത്തരത്തിലുള്ള ചില എപ്പിസോഡുകൾ നമ്മളിപ്പോൾ KPC ചില എപ്പിസോഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ലോഹിത് സാറിന്റെ എപ്പിസോഡ് ചെയ്യുമ്പം ഇതിനുശേഷം പുറത്തിറങ്ങി പല ആൾക്കാരെയും കാണുമ്പോൾ അവർ പറയും, നിങ്ങൾ ഇത് ഇന്ന സിനിമ, അയാളുടെ ആ സിനിമയല്ലേ പറയേണ്ടത്, അത് പറയാതെ നിങ്ങൾ ഈ എപ്പിസോഡ് ചെയ്തിട്ട് എന്താ കാര്യം? ഇങ്ങനെ ഓരോരുത്തരും നമ്മളിതിൽ പരാമർശിക്കാതെ പോയ ഓരോ പാട്ട് പറയും, സിനിമ പറയും, കഥാപാത്രങ്ങൾ പറയും, മുഹൂർത്തങ്ങൾ പറയും. പലരും നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ് നിങ്ങൾ 2 മണിക്കൂറിരുന്ന് പറഞ്ഞിട്ട് ആ പടം പറയണ്ടേ ചോദിക്കും. ശരിയാണ്, പറയേണ്ടതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പരാതി കേൾക്കാൻ പോകുന്ന എപ്പിസോഡുകളിലൊന്ന് ഇതായിരിക്കും. നിങ്ങൾ രവീന്ദ്ര മാഷെ കുറിച്ചൊക്കെ ഇത്രയും നേരം പറഞ്ഞിട്ട്
ആ പാട്ട് പറഞ്ഞോ? അത് ഏതെങ്കിലും ഒരു ഏരിയയിലേ പറ്റുള്ളൂ, ഏതെങ്കിലും കുറച്ച് ഇതല്ലേ പറയേണ്ടിയിരുന്നല്ലത്. കാരണം ഇതിന്റെയൊക്കെ ഒരു സമയപരിധിയും കാര്യങ്ങളും പറഞ്ഞാലും തീരാത്ത, ഓർത്താൽ തീരാത്ത എത്രയോ സൃഷ്ടികളാണ് ഈ ലെജൻസ് ആയിട്ടുള്ള ആളുകള് നമ്മുടെ മുന്നിൽ വെച്ച് തന്നിരിക്കുന്നത്. അവരോരോരുത്തർക്കും ഓരോന്നാണ്, ഓരോ ജീവിതങ്ങളെയും സ്വാധീനിച്ചത് ഓരോ തരത്തിലാണ്, ഓരോ സൃഷ്ടികളിലൂടെയാണ്. ഓർമ്മകൾ ഇനിയും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, പറഞ്ഞു പോയിക്കൊണ്ടേയിരുന്ന. ഞാൻ 2 ചോദ്യങ്ങൾ ഞാൻ കൂടെ ഇടയ്ക്കൊന്ന് ചോദിക്കൂ. ഒന്ന് തിരുമേനിച്ചേട്ടനോട്, എഴുതി ട്യൂൺ ചെയ്തിട്ടുണ്ടോ? ധാരാളം ഉണ്ടല്ലേ? അതേപോലെ ഏതോ അത് എഴുതി ട്യൂൺ ചെയ്തു അല്ലേ? ഓ ശരി. പിന്നെ ഗോപികാ വസന്തം, അത് എഴുതി ചെയ്തു അല്ലേ? ഒരേ പാട്ടുകൾ ട്യൂൺ ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലേ? പക്ഷെ നമുക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ മാഷിന്റെ സംഗീതത്തിന്റെ രീതി കൊണ്ടാകും ഇത്. അതെ അതെ. മാഷിന്റെ പാട്ട് അങ്ങനെ വ്യത്യാസം തോന്നില്ല, 2 രീതിയിലും എഴുതി ചെയ്യുമ്പോഴും ചെയ്തു. ഇനി എനിക്കൊരു ആഗ്രഹം, ശോഭ ചേച്ചി പറഞ്ഞതിന്റെ ബാക്കിയാണ്. ശോഭ ചേച്ചിക്ക് ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു, രവീന്ദ്രൻ മാഷ് ഏത് പാട്ട് ചെയ്യുമ്പോഴും ആദ്യം കേൾക്കുന്നത് ഞാനാന്ന് പറഞ്ഞു. ഈ ഭാഗ്യം വയലാറിന്റെ ഭാര്യയ്ക്ക് ഉണ്ടായിട്ടില്ല. ഒരൊറ്റ പാട്ട് വയലാറിന്റെ ഭാര്യ, അതായത് എൻ്റെ അമ്മ കേട്ടിട്ടില്ല. അപ്പോൾ അതിന് മറുപടിയായിട്ട് തമ്പിച്ചേട്ടൻ എഴുതി രവീന്ദ്രൻ മാഷ് സംഗീതം ചെയ്തൊരു പാട്ടിന് 4 വരിയുണ്ട്. 2 പേർക്കും കൂടി ഒരു മറുപടി പറയാം നമുക്ക്. എൻ്റെ ഒരു ആഗ്രഹം, കനകത്തിൻ ഭാരം എന്തൊന്ന് പാടിക്കിയത്. കനകത്തിൻ ഭാരമെന്തിന്നോമനേ, എന്റെ പ്രണയം നിന്നാഭരണമല്ലയോ, നിലയ്ക്കാത്ത ധനമെന്തിന്നോമനേ, നിന്റെ മടിയിലെൻ കൺമണികളില്ലയോ, മുടിപ്പൂക്കൾ വാടിയാലെന്തോമനേ, നിന്റെ ചിരിപ്പൂക്കൾ വാടരുതെന്നോമനേ, മുഖമൊട്ടു തളർന്നാലെന്തോമനേ, നിന്റെ മനം മാത്രം മാഴ്കരുതെന്നോമനേ, മുടിപ്പൂക്കൾ വാടിയാലെന്തോമനേ, നിന്റെ ചിരിപ്പൂക്കൾ വാടരുതെന്നോമനേ. തമ്പിച്ചേട്ടന്റെ തമ്പി സാറിന്റെ വരികൾ എന്ന് പറയുന്നത് അതിഗംഭീരമായ വരികളാണ്. അവരുടെ കോമ്പിനേഷനുള്ള പാട്ടുകളും ചില പാട്ടുകൾ നമ്മൾ ഓർക്കുമ്പോഴേ ഇപ്പൊ അതിലെ സിനിമ പാട്ടുകളും, ഇതിപ്പം സിനിമയിലല്ലോ. ഇന്നും എന്റെ കണ്ണുനീരിൽ നിൻ പ്രണയ പൂകനിഞ്ഞ പൂമ്പൊടികൾ ചിറകിലേന്തി എന്റെ ഗാനപ്പൂത്തുമ്പികൾ നിന്നധരം തേടി. ഇപ്പൊ ഒരുപക്ഷെ മലയാളത്തിൽ ഇന്നേ വരെ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും മികച്ച ഗസലുകളിൽ ഒന്നാണ് ഇന്നും എന്റെ കണ്ണുനീരിൽ. അതുപോലെ നിറങ്ങളെ പാടൂ എന്നുള്ള കാവാലം സാറിന്റെ പാട്ട് അല്ല, ഇത് രണ്ടും അതിനെ കവച്ചു വെക്കുന്ന ഒരു ഗസൽ ഒരുപക്ഷെ ഈ 90-കൾക്ക് ഇപ്പുറത്തേക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. രവീന്ദ്ര മാഷ് പാട്ടിന് വരികൾ എഴുതാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യമാണ്. നമുക്ക് ഒരുപാട് പേരെ പറ്റി നമ്മൾ പറഞ്ഞെങ്കിലും 80-കളുടെ തുടക്കത്തിൽ താരാട്ട് എന്ന് പറയുന്ന ചിത്രത്തിൽ ഒരു വനിതാ പാട്ടെഴുത്തുകാരി എഴുതിയൊരു പാട്ടുണ്ട്. സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്. ആ സമയത്ത് ആലോലം പൂമുത്ത എന്ന് പറയുന്ന ഒരു പാട്ട്, ആ വരികൾ എഴുതിയ ശശികല മേനോൻ രവീന്ദ്രൻ മാഷെ ഓർക്കുന്നു. രവീന്ദ്രൻ മാഷെ കുറിച്ച് ഓർക്കുമ്പോൾ അറിയാതെ കൈ കൂപ്പി പോവാറുണ്ട്. കാരണം അതൊരു വലിയ ഭാഗ്യമായിട്ട് ജീവിതത്തിൽ ഞാൻ കണക്കാക്കുന്നു. ആ ഒരു സ്കൂൾ കാലഘട്ടം, കോളേജ് കാലഘട്ടത്തിലാണ് ഞാൻ കുറച്ച് ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്തത്. ദേവരായൻ മാഷ്, അതേപോലെ A.T. ഉമ്മർ സാറ്, രവീന്ദ്രൻ മാഷൊപ്പൊക്കെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയൊരു മഹാഭാഗ്യമാണ്. ആദ്യം താരാട്ട് എന്നുള്ള സിനിമയിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതിനകത്ത് താരാട്ട് പാട്ട് സുശീലാമ്മയാണ് അന്ന് പാടിയത്. അപ്പം അന്ന് എഴുതുന്ന ഞാൻ മാഷെ കണ്ടിരുന്നില്ല, അന്ന് കാണാൻ പറ്റിയില്ല. വേഗം എഴുതി കൊടുത്ത് തിരിച്ചു പോരുകയായി. പിന്നീട് ഞാൻ നമ്പറൊക്കെ സംഘടിപ്പിച്ച് ബാലേന്ദ്രൻ മേനോൻ സാറിനോട് തന്നെ നമ്പറൊക്കെ മേടിച്ചിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു. വളരെ നന്നായിട്ട്, വളരെ വാത്സല്യപൂർവ്വം മാഷ് സംസാരിച്ചു. പാട്ട് നന്നായിട്ടുണ്ട് പറഞ്ഞു. പിന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ നന്നായി വരട്ടെ എന്ന് പറഞ്ഞു. ആ ഒരു മുഹൂർത്തങ്ങളൊക്കെ വാസ്തവത്തിൽ ഒരു അപൂർവ ഭാഗ്യമായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. ഈശ്വരനോട് നന്ദി പറയുന്നു. എന്നെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഇപ്പം മാഷയുടെയൊക്കെ സംഗീത സംവിധാനത്തിൽ പാടാനുള്ള അവസരം വളരെ കുറച്ചേ കിട്ടിയുള്ളൂ. ആ 3 പാട്ടേ ഞാൻ പാടിയിട്ടുള്ളൂ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഞാൻ മാഷെ ബഹുമാനിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും എന്നും മനസ്സിൽ ഓർക്കുന്നതിന് കാരണം, നമ്മൾ എവിടെ പോയാലും ഏത് പരിപാടിക്ക് പോയാലും മാഷയുടെ ഒരു പാട്ട് പാടാതെ ഒരു ഗാനമേള കംപ്ലീറ്റ് ആവാറില്ല. എവിടെ പോയി ഏത് രാജ്യത്ത് പോയാലും ഏത് പ്രോഗ്രാമിന് പോയാലും രവീന്ദ്രൻ മാഷയുടെ ഒരു പാട്ടുകളുടെ ഒരു സെഷൻ ഉണ്ടാവും.
അത് പാടുമ്പോഴാണ് ഈ പ്രോഗ്രാമിന് ഒരു ഉണർവ് വരും. പൊതുവേ പാട്ടുകളൊക്കെ ഒന്ന് തളർന്നു വരികയാണെങ്കിലും രവീന്ദ്രൻ മാഷ് ഒരു പാട്ട് പാടുമ്പോൾ മൊത്തം ജനങ്ങളും അങ്ങോട്ട് പെട്ടെന്നാണ് ഊർജ്ജം എല്ലാവരിലേക്കും പാസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പാട്ടുകളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പാട്ടുകളുടെ പേരിൽ എപ്പോഴും മാഷോടൊരു നന്ദി നമുക്ക് മനസ്സിലുണ്ട്. കാര്യം ഒരു ഗുരുസ്ഥാനത്ത് മനസ്സിൽ ആലോചിച്ചുകൊണ്ടാണ് ഓരോ പരിപാടികൾക്കും നമ്മൾ ഒരു പാട്ടുകാരൻ പാട്ടറിയാവുന്നവനാണെന്ന് ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്തം അവനുണ്ടെങ്കിൽ ഒരു പാട്ട് രവീന്ദ്രൻ മാഷ് പാടണം. പലപ്പോഴും അങ്ങനെ വരാറുണ്ട്, സംഭവിക്കാൻ ബാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ മാഷുമായിട്ടുള്ള ബന്ധം പോലെ തന്നെ മാഷ് ജീവിച്ചിരുന്ന കാലം മുതൽ ഇന്ന് വരേക്കും ശോഭ ചേച്ചിയായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു കുടുംബ ബന്ധമാണ്. അപ്പോൾ ഈ അന്ന് കൂടെ വർക്ക് ചെയ്ത എല്ലാവരോടും സഹകരിച്ചെന്ന് പറഞ്ഞ പോലെ ഞങ്ങളെപ്പോലെ വളരെ ജൂനിയർ ആയിട്ടുള്ള മാഷ കൂടെ അധികം ഒന്നും സഹകരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലാത്തവർക്ക് കിട്ടുന്ന ഒരു പുണ്യമാണ് ആ കുടുംബമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു സഹവാസവും സ്നേഹവും എന്നും കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ഇതുമായിട്ട് ബാക്കി പറയാം. അത് നന്നായി. ഞാൻ ഉദ്ദേശിച്ചൊരു സാധനത്തിൻ്റെ ഒരു രീതിയാണ് പറഞ്ഞത്. കാര്യം ഇപ്പോൾ ഇത്രയും നേരവും രവീന്ദ്രൻ മാഷ് സംതോഷത്തിൻ്റെ സംഗീതമായിട്ട് നമ്മുടെ ലൈവായിട്ട് നിൽക്കുകയായിരുന്നു. ഇത് കഴിയുമല്ലോ. ഇത് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് എന്തൊരു, പക്ഷേ അതിനകത്തുള്ള ഗുണം എന്ന് വെച്ചാൽ ഈ പഞ്ചസാരയും ഉപ്പും വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് അലിഞ്ഞ് കാണാണ്ടാവുമ്പോഴും അതിൻ്റെ രുചി നമ്മളിലുണ്ടാവും. അതുപോലെയാണ് മാഷിൻ്റെ. പക്ഷെ അങ്ങനെ പോകുമ്പോഴും ഒരു പരമാർത്ഥമുണ്ട്. ഇടശ്ശേരി പറഞ്ഞിരിക്കുന്ന പോലെ ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെ എന്തിന് ജീവിത പലഹാരം. എപ്പോഴും അല്ല, ഈ വേർപാടപ്പം അങ്ങനെ തോന്നുന്നത് അപ്പോഴും ഒക്കെ നമുക്ക് ഉപ്പുണ്ടായേ പറ്റൂ അല്ലേ. കൈതപ്രസാദിനെ നമ്മൾ എല്ലായ്പ്പോഴും ചിരിച്ചിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ വർഷങ്ങളോളം. അദ്ദേഹത്തെ ഒരിക്കൽ പോലും ഒരു ഡള്ളായിട്ടോ അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന മുഖം കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ കാണുന്നത് രവീന്ദ്ര സംഗീതം ഒരു പരിപാടി നമ്മളിവിടെ എറണാകുളത്ത് നടക്കുന്ന സമയത്ത് പ്രമദവനം യേശുദാസ് സാർ പാടുമ്പോൾ കൈതപ്രം സാറിൻ്റെ ഒരു എൻട്രി ഉണ്ട് ബാക്കിൽ നിന്ന്. അദ്ദേഹം നടന്നു വരുന്നു, യേശുദാസ് സാർ പാടിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മളെല്ലാവരും ഇമോഷണലായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് യേശുദാസ് സാറ് ഇതിൻ്റെ ഇമോഷനിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ കൈതപ്രം സാറ് വളരെ വികാരം കൊണ്ടിങ്ങനെ നിറഞ്ഞ് അടുത്ത് നിൽക്കുക. എനിക്ക് പേടി ഇതെന്ത് സംഭവിക്കും എന്നുള്ളത്. യേശുദാസ് സാറാണെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ ഈ പാട്ടിൽ നിന്ന് ഇതിലേക്ക് പോകും. എന്നിട്ട് പാടി കഴിഞ്ഞിട്ട് ഇവർ രണ്ടിനും കൂടെ ആലിംഗനബദ്ധരായിട്ട് അവിടെ നിൽക്കുന്ന ഒരു രംഗം എന്ന് പറയുന്നത് മലയാളിക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ പറയുന്നൊരു ദാസാറ് പറഞ്ഞ ആ ഒരു വാക്ക് എപ്പോഴും മനസ്സിൽ നിൽക്കുകയാണ്, ഞങ്ങളുടെ കൂടെ രവിയുണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇപ്പോൾ മാസ്റ്ററുടെ സാന്നിധ്യം ഉള്ളതുപോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. മകൻ സംഗീത സംവിധാനം ചെയ്യുന്നുണ്ട് സിനിമകൾക്ക്. അവരുടെ വിശേഷങ്ങളൊന്ന് പറയൂ. മക്കൾ 3 പേരാണ്, 3 ആൺകുട്ടികളാണ്. മൂത്തവർ ട്വിൻസാണ്. അതിൽ ഒരാൾ മ്യൂസിക് ഡയറക്ടർ സാജൻ മാധവ് എന്നാണ് പേര്. സാജൻ എല്ലാവരും തമിഴ്നാട്ടിലാണ്, മദ്രാസിലാണ് ജനിച്ച് വളർന്നത് കൊണ്ട് കൂടുതലും ആ നാടുമായിട്ടാണ് അവർക്ക് അറ്റാച്ച്മെൻറ്റ് കൂടുതൽ. പിന്നെ അവൻ തമിഴിലാണ്, തെലുങ്കിലാണ് ചെയ്ത് തുടങ്ങി, മ്യൂസിക് ചെയ്ത് തുടങ്ങിയത്. രവിയേട്ട ഉള്ള സമയത്ത് ചെയ്ത പടം പ്രേമിക്കുലു എന്നൊരു പടം ചെയ്തു. അന്ന് 3 പാട്ട് മാഷ് കേട്ടായിരുന്നു. പിന്നെ മാഷിനെ കേൾക്കാൻ പറ്റില്ല. പിന്നെ തമിഴിൽ കുറേ പടം ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ചെയ്തത് യക്ഷിയും ഞാനും എന്നൊരു പടം ആണ് ചെയ്തത്. പിന്നെ ഈ ഇടയ്ക്കൊരു മൃദുഭാവേ ദൃഢകൃത്യ എന്നൊരു പടം ഷാജുൻ കരിയാലിന്റെ മലയാളത്തിലെ സിനിമയിൽ വൃന്ദാവനമുണ്ടോ, പിന്നെ നല്ല തിരുമേനിയാണ് തിരുമേനി എഴുതിയത്. എന്നിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ കുറെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൽബം. ഇനി ഒരാൾ ഡയറക്ടറാണ്, ഫിലിം ഡയറക്ടറാണ് മദ്രാസിലുള്ളത്. അവനും തമിഴാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2-3 പടം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തു കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഉള്ള ആളുടെ മിക്കവാറും എല്ലാവർക്കും അറിയാം, നവീൻ എന്നാണ് അവൻ്റെ പേര്. അവൻ സിംഗറാണ്. അവൻ നവീൻ മാധവ് പാടിയ പാട്ടുകൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. പോക്കിരി പൊങ്കലോ കേട്ടിട്ട് തമിഴാണ്. പോക്കിരി പൊങ്കൽ, മൈ നെയിം ഈസ് ബില്ല. അതേപോലെ എല്ലാരും കേട്ട ഒരു പാട്ടുണ്ട്, ഡാഡി മമ്മി വീട്ടിലില്ലേ. അത് കേൾക്കാത്ത ആരുമില്ല. അങ്ങനെ കുറേ 100-250 പാട്ട് അവൻ തമിഴിൽ പാടിയതാ. അങ്ങനെ 3 പേരും ഫീൽഡിൽ തന്നെയാണ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞാലും തീരില്ല. ഇനിയും ഒരുപാട് പറയാൻ ബാക്കി ഉണ്ടാവും. ആ ബാക്കി ആളുകൾ കണ്ടുപിടിക്കും. ആ കണ്ടുപിടിക്കലുകളും വീണ്ടും വീണ്ടുമുള്ള ഓർമ്മകളാണ്, ഓർമ്മപ്പെടുത്തലുകളാണ്. ആ ഓർമ്മകൾ ഈണങ്ങളായും വരികളായും സിനിമയുടെ സീനുകളായും പാട്ടായും എല്ലാം നമ്മളോടൊപ്പം, മലയാളിയോടൊപ്പം, മലയാളിയുടെ ജീവശ്വാസം പോലെ എന്നും ഒപ്പമുണ്ടാകും. എല്ലാവരുടെയും സാന്നിധ്യത്തിന് ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടിയുടെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ആൽബം സൈൻ ചെയ്യാം.
നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ട രവീന്ദ്രൻ മാഷിന് വളരെ പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ പത്നി ശോഭന രവീന്ദ്രൻ, അമൃത ടിവിയുടെ ഭാഗത്തു നിന്നും ഒരു സ്നേഹോപഹാരം. ആത്മാവിന്റെ പുസ്തകത്താളിൽ ഒളിപ്പിച്ചു വെച്ച മയിൽപീലി തുണ്ടുകൾ പോലെയുള്ള ഓർമ്മകളിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു ഇന്നത്തെ അധ്യായവും. ഓർമ്മകളിലെന്നും രവീന്ദ്രൻ മാഷ്. ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത അധ്യായത്തിൽ വീണ്ടും നമ്മുടെ ഓർമ്മകളിലേക്ക്